നമസ്കാരം. ഇനി റോബോട്ടിക് നായ്ക്കളും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. ഈ റോബോട്ടിക് നായ്ക്കളുടെ കഴിവും സവിശേഷതകളും നമുക്കൊന്ന് പരിശോധിക്കാം. നിരവധി ശ്രേണിയിലുള്ള അത്യാധുനിക ആയുധങ്ങളാണ് ലോകത്തിലെ മികച്ച സൈനിക ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾക്കുള്ളത്. അതിന്റെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ റോബോട്ടിക് നായ്ക്കളുടെ അരങ്ങേറ്റവും. റോബോട്ടിക് ഡോഗ്സ് എന്ന് സാധാരണ ഇവറ്റകളെ വിളിക്കാറുണ്ടെങ്കിലും സാങ്കേതികമായി ഇവയുടെ പേര് മ്യൂൾ എന്നാണ്. അതായത് മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യുപ്മെന്റ്. ഈ യന്ത്രനായുടെ തലഭാഗത്ത് 360 ഡിഗ്രി ഇൻഫ്രാറെഡ് ക്യാമറയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുവഴി ഏത് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവിനെയും ഇതിന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തുന്ന ശത്രുവിന്റെ നേരെ ഇതിന്റെ മേത്ത് പിടിപ്പിച്ചിരിക്കുന്ന യന്ത്രത്തോക്ക് തീ തുപ്പും. ആദ്യ ബാച്ച് എന്നോണം ഇത്തരത്തിലുള്ള 100 റോബോട്ടിക് ഡോഗ്സ് അഥവാ മ്യൂളുകളാണ് ഇന്ത്യൻ സൈന്യത്തിൽ ഉടനെ എത്തിച്ചേരാൻ പോകുന്നത്. സൈനിക നിരീക്ഷണം, അതുപോലെ തന്നെ സൈനികർക്ക് ആവശ്യമായ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക എന്നീ ഉപയോഗങ്ങൾക്ക് പുറമെ ഇവറ്റകളെ നേരിട്ടുള്ള യുദ്ധത്തിനും ഉപയോഗിക്കാം. കാരണം ഈ യന്ത്രങ്ങൾ അസാമാന്യ മെയ്വഴക്കമുള്ളവയുമാണ്. ഇവരുടെ മെയ്വഴക്കം കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഒരു റോബോട്ടിക് കമാൻഡോ എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ചൈനയും US-ഉം ഒക്കെ ഇത്തരത്തിലുള്ള മ്യൂളുകളെ തങ്ങളുടെ സേനയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മ്യൂളുകൾ തദ്ദേശീയമായി തന്നെയാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും ആക്രമണത്തെയും തരണം ചെയ്യാനാവും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. മഞ്ഞും വെയിലും ഉയർന്ന പ്രദേശങ്ങളും ഒന്നും ഇതിന് പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സൈനികർക്ക് പകരം ഇത്തരം മ്യൂളുകളെ ഉപയോഗിക്കാൻ കഴിയും. ഒരിക്കൽ ചാർജ് ചെയ്തു കഴിഞ്ഞാൽ 3-4 മണിക്കൂറുകൾ വരെ ഇവ തടസ്സമില്ലാതെ പ്രവർത്തിക്കും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന മ്യൂളുകൾക്ക് 51 കിലോഗ്രാം ഭാരവും 27 ഇഞ്ച് ഉയരവും ഉണ്ട്. 10 കിലോഗ്രാം പേലോഡ് വരെയുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. റിമോട്ട് വഴി ഇവയുടെ ചലനം സൈനികർക്ക് നിയന്ത്രിക്കാനും കഴിയും. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് 100 എണ്ണം വരുന്ന ആദ്യ ബാച്ച് മ്യൂളുകൾക്ക് ഇന്ത്യ ഓർഡർ നൽകിയത്. ആദ്യ ബാച്ചിന്റെ കാര്യക്ഷമത പരിശോധിച്ച ശേഷം വേണ്ട മോഡിഫിക്കേഷനോടുകൂടി പുതിയ ബാച്ചിന് ഓർഡർ നൽകാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ഇത്തരം യന്ത്രങ്ങൾ സൈന്യത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, യുദ്ധങ്ങൾ വരുമ്പോഴുള്ള ആൾനാശം കുറയ്ക്കാനും കഴിയും. നമ്മുടെ സൈന്യവും സാങ്കേതിക വിദ്യയും ഒന്നും ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനും പിന്നിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.